ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ പുതിയ അപ്ഡേറ്റ്സിൽ വന്ന പ്ലഗിൻ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ടല്ലോ. ആ ഒരു ആപ്പാണ് നമ്മളിന്ന് ഡൗൺലോഡ് ചെയ്തത്. ആ ഒരു ആപ്പാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വെഹിക്കിളുണ്ട്, ആനിമലുണ്ട്, ചീറ്റ് കോഡുണ്ട്. ഞാനിപ്പോൾ ഒരു KGF ബൈക്ക് സെലക്ട് കൊടുത്തപ്പോൾ കോപ്പിയുടെ എന്നും പറഞ്ഞ് കാണിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വരുമോ എന്നൊന്ന് നോക്കണം. അതിനു മുമ്പ് നമ്മൾ ഇതെടുത്തിട്ട് പ്ലഗിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. എത്ര നേരം ഇത് എടുക്കുമെന്നൊന്നും അറിയണമല്ലോ. ഇത് വന്നില്ലെങ്കിൽ അവർ നമ്മളെ പറ്റിച്ച് ഗേസ്. പക്ഷെ ചിലവർക്കൊക്കെ ഇത് വരുന്നുണ്ട് ഗേസ്. നോക്കാം ഗേസ്, എത്ര നേരം എടുക്കും. ഫയൽ ലോഡെന്ന് പറഞ്ഞ് കാണിച്ചില്ലെങ്കിൽ തീർന്നു. പറ്റിച്ച് ഗേസ്, നമ്മളെ അവർ പറ്റിച്ച്. ഇത് തോന്നെ നേരമായി ഗേസ്. സാധാരണ ഞാൻ ഇന്ന് രാവിലെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു ഗേസ്. രാവിലെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അപ്പം വന്നു. പക്ഷെ ഞാൻ ചീറ്റ് കോഡ് അടിച്ചു കൊടുത്തിട്ട് വന്നില്ല. പക്ഷെ ഇപ്പോഴെന്താണെന്ന് അറിഞ്ഞുകൂടാ വരാത്തത്. ഫയൽ ലോഡെന്നും പറഞ്ഞ് എന്താണോ വരാത്തത്. ഒന്ന് വന്നാൽ കൊള്ളായിരുന്നു. എത്ര നേരമായി ഗേസ്, നമ്മൾ അരമണിക്കൂറായിട്ട് ഞാൻ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് അടിച്ചു മാറ്റിയ ഗേസ്. നമുക്കിനി നേരെ പ്ലേക്ക് പോകാം ഗേസ്. നമുക്കിനി ആ പ്ലഗിൻ ഓപ്ഷനൊന്നും നമുക്കിനി എടുക്കണ്ട. നമുക്കുണ്ടല്ലോ നമ്മളിപ്പോൾ പുതിയ അപ്ഡേഷന് വന്ന നമ്മുടെ ഇതുണ്ടല്ലോ, പേര് നമ്മുടെ ബസ്. ആ ബസ് എടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ അടുത്തോട്ട് പോകാം ഗൈസ്. അവിടെ അങ്ങോട്ട് ചെന്നിട്ട് ഞാനൊരു ഗ്ലിച്ച് കാണിച്ചു തരാം ഗൈസ്. ഞാനൊരു ഗ്ലിച്ച് കാണിച്ചു തരാം. അവിടെ ഒരു സണ്ണ് കാണിച്ചു തരാം ഗൈസ്. എൻ്റെ ഫേവറേറ്റ് ആയ ബ്ലൂ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നേരെ ഈ ഒരു വ്യൂ ഉണ്ടോ ഗൈസ്, ഈ ഒരു വ്യൂവിലിട്ട് ഓടിക്കണം. എങ്കിലേ കറക്റ്റ് KSRTC ബസ് ആവത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വർക്ക്ഷോപ്പ് എന്നാണ് വരുന്നത് ഗൈസ്. അവിടെ പെട്രോൾ പമ്പിലേക്ക് നമുക്ക് പോകാം ഗൈസ്. പെട്രോൾ പമ്പ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഗൈസ് പെട്രോൾ പമ്പ്. അപ്പം ഒരു സൈഡിൽ കണ്ണാടി. ഓക്കെ, പക്ഷെ ഇത് ഏകദേശം നല്ല ബസ് കേസ്. അതുകൊണ്ട് കുഴപ്പമില്ല. നല്ലൊരു കിണ്ണം കാച്ച വ്യൂ തന്നെ നമുക്ക് ഈ ഒരു ബസ്സിൽ ഓട്ടിക്കാം. നല്ല സ്മൂത്താണ് കേസ് ഓട്ടിക്കാൻ. തോന്നെ ദൂരമില്ല, ഇപ്പം എത്തും കേസ്. ഉണ്ടോ ഇടിക്കലേ എടാ മോനെ, ഇടിക്കലേ. തട്ടും ഇടിച്ചാൽ താൻ പൈസ തരും കേസ്. ഇടിച്ചാലേ അവന്മാർ പൈസ തരും കേസ്. നമുക്കിവിടെ വെറുതെ ഇരിക്കാം. ഇടിക്കടാ. ഇടിക്കില്ലെന്ന് പറഞ്ഞേ ഉള്ളൂ. 2 പേര് ഇടിച്ചു, 3 പേര് ഇടിച്ചു. പൊട്ടെ. അതുകൊണ്ട് നിങ്ങൾ നേരെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പെട്രോൾ പമ്പ്. കണ്ടോ, അതാണ്. അതാ അണ്ണ അങ്ങോട്ടൊക്കെ നോക്കും. ഓക്കെ, നമ്മുടെ എത്താറായി. എത്തി. ഓക്കെ ഗൈസ്, നിങ്ങൾ ഈ എക്സ്പെരിമെൻറ്റ് കാണുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുകൊണ്ട് ഇത് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ അവിടെ എത്തും ഗൈസ്, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എത്തും. ഓക്കെ, നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ കൊള്ളാല്ലേ, നല്ലൊരു ബസ്. നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. സണ്ണുണ്ടാക്കുന്ന ഒരു പണി തുടങ്ങാം ഗൈസ്. സണ്ണുണ്ടാക്കുന്നെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സാധനങ്ങൾ കണ്ടോ, ആ 2 സാധനം പെട്രോൾ ചെയ്യുന്ന സാധനത്തിൽ നമ്മൾ രണ്ടിലും സ്റ്റിക്കി ബോംബ് നിറച്ച് വാരി കോരി അങ്ങ് ഇട്ടേക്കണം. സ്റ്റിക്കി ബോംബ് സൈഡിൽ എല്ലാ സ്ഥലത്തും അങ്ങ് ഇട്ടേക്കണം സ്റ്റിക്കി ബോംബ്. എന്നിട്ട് ആക്ടിവേറ്റ് ചെയ്യരുത് കേട്ടോ. നമ്മൾ ഫോണിൽ ആക്ടിവേറ്റ് ചെയ്യരുത്. നമ്മൾ ബുള്ളറ്റ് വെച്ച് അടിച്ച് പൊട്ടിക്കണം ഗൈസ്. അതാണ്, എങ്കിലേ സണ്ണ് വരത്തുള്ളൂ. കണ്ട ഗൈസ്, അവൻ വാരി കൂട്ടിയാൽ ഇടണം. ഇത്രയും മതിയോ? തോനെ ഇടാം ഗൈസ്. താഴെയും കൂടി ഇട്ടിട്ട് അങ്ങ് ഫിനിഷ് ചെയ്യാം. ഇത്രയും മതി ഗൈസ്. നമുക്ക് കുറച്ച് മാറി നിന്നിട്ട് AK-47 വെച്ച്
വെടി വെച്ച് ഫസ്റ്റ് നമുക്ക് ആ കണ്ടെയ്നർ മറ്റേ സാധനം പൊട്ടിക്കണം. എന്നിട്ട് നമുക്ക് RPG വെച്ചിട്ട് കറക്റ്റ് ആ ഒരു ഇതിൽ കറക്റ്റ് ഉണ്ടല്ലോ, കറക്റ്റ് ആ സ്റ്റിക്കി ബോംബ് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ മസാല ഇട്ടില്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല കേസ്. കുറച്ച് ഇത്രയും മാക്സിമം ഇത്രയും സ്ഥലത്ത് നിന്ന് വെടിവെച്ചാൽ മതി കേസ്. അതിൻ്റെ പുകയൊക്കെ വരുന്നുണ്ട്. ഇപ്പം പൊട്ട് 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 എന്താ കേസ് പൊട്ടതാ? പൊട്ടി പുക വരുന്നു പൊട്ടി 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 യെസ് കേസ്. ഇത് കുറച്ച് സമയം എടുക്കും കേസ് പൊട്ടാൻ. ഏത് സമയം എടുക്കുമോ? ഇതിന് സമയം എടുത്തില്ല, പെട്ടെന്ന് അങ്ങ് പൊട്ടി. ഇതിന് അൾട്ടിമേറ്റ് ബുള്ളറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒന്നും ചിലവാക്കേണ്ട വന്നില്ല. ഇനി നമുക്ക് RPG എടുത്തിട്ട് കറക്റ്റ് ഒരു ആണ് ഇതിട്ടില്ലേ, കണ്ട സൺ കണ്ട കേസ്, സൺ കണ്ടോ? ഒന്നുകൂടി കാണിച്ചു തരാം. കറക്റ്റ് ആ ഒരു സ്റ്റിക്കി ബോംബിൻ്റെ അവിടെ തന്നെ പൊട്ടിക്കണം കേസ്. വന്നില്ല, നമ്മൾ സ്റ്റിക്കി ബോംബിൽ തന്നെ പൊട്ടിക്കണം കേസ്. രണ്ടാമത്തെ വരും കേസ്. വന്നില്ല, ഒരു വട്ടം കൂടി. പൊട്ടിയില്ലേ? കണ്ട. പക്ഷെ അപ്പോൾ ജസ്റ്റ് സ്റ്റക്കായിട്ട് മൂവ് ആവുന്നേ ഉള്ളൂ, അത് പ്രശ്നമില്ല. ഒന്നുകൂടി കാണിച്ചു തരാം. കണ്ട സെറ്റ്. സണ്ണല്ല, സൂര്യൻ അവിടെ മുട്ടൻ സൂര്യൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വട്ടം കൂടി പറ്റുമെങ്കിൽ ഒരു വട്ടം കൂടി ചെയ്യാം. പറ്റും കേസ്. ഇല്ല പറ്റുന്ന വന്നു കണ്ട. ഇത് നമുക്ക് ചിലപ്പോഴേ ചെയ്യാൻ പറ്റത്തുള്ളൂ കേസ്. കണ്ട, സ്റ്റിക്കി ബോംബ് കൂടുതലായിരിക്കണം എങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ചെയ്യാൻ പറ്റുമോ? ഇനി ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്, ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം കേസ്. പറ്റത്തില്ല കേസ്, ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിനി നമ്മുടെ മിഷനിലേക്ക് കിടക്കാം കേസ്. അതായത് നമ്മുടെ ട്രെയിൻ ചേസ് ചെയ്യണം കേസ്. ട്രെയിൻ ചേസ് ചെയ്ത് എവിടം വരെ പോകുന്നു നോക്കണം. പക്ഷേ എനിക്ക് ബസ് ഓട്ടിക്കാൻ ഇഷ്ടപ്പെട്ടു കേസ്. എല്ലാ വണ്ടീനെക്കാട്ടും ഇഷ്ടപ്പെട്ടതാണ് എനിക്ക് ബസ്സും ഓട്ടോറിക്ഷയാണ് കേസ്. എനിക്ക് ഓട്ടോറിക്ഷയ്ക്കായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടത് ബസ്സാണ്. ഓട്ടോറിക്ഷനെ അത്രയ്ക്ക് ഓട്ടിച്ചിട്ടില്ലെങ്കിലും ബസ് കിടില്ല. അതായത് ബസ് ഞാൻ ആദ്യമായിട്ടാണ് കേസ് ബസ് ഇങ്ങനെ ഞാൻ ഓട്ടിക്കുന്നത്. കിടിലം ബസ് കേസ്. നമുക്ക് ഓട്ടിച്ചാൽ നിർത്താൻ പറ്റത്തില്ല, അത്രയ്ക്ക് കിണ്ണം ബസ്. നമുക്ക് ഇവിടെ നിർത്തിയിട്ടുണ്ടല്ലോ, ഫോൺ എടുത്തിട്ട് എൻജിൻ ഓണാക്കിയിട്ട് ഫോർവേഡ് വെക്കണം. എൻജിൻ എന്താണ് കേസ് വരുന്നില്ലല്ലേ യെസ്. പെട്ടെന്ന് ആയിട്ടേ എന്താണ് ഈ സനങ്ങുന്നില്ല അവിടുന്ന്. ഒന്നുകൂടി എൻജിൻ ഓൺ. സനങ്ങി പെട്ടെന്ന് കയറി പോട്ടെ. നമുക്ക് ആദ്യം പോകണം കേസ്, അല്ലെങ്കിൽ ട്രെയിൻ ഫസ്റ്റ് അടിക്കും. ആണെങ്കിൽ ട്രെയിന് ഭയങ്കര സ്പീഡാണ്. പോട്ടെ. ആദ്യം ഫസ്റ്റ് പോട്ടെ. നമുക്ക് നമ്മുടെ ട്രെയിൻ നിർത്തേണ്ട ഒരാവശ്യമില്ല. ട്രെയിൻ അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് പോട്ടെ. അവിടെ തൊട്ട് പുറകിലുണ്ട് കേസ് ട്രെയിൻ, തൊട്ട് പുറകിൽ. പോട്ടെ. നമുക്ക് ബ്രേക്ക് പിടിച്ചെടുത്ത് ദോ പോകുന്നു. പോട്ടെ. വരുന്ന വിരക്കം നോക്ക്. ബാക്കിൽ ദോ വരുന്നു. പോകുന്ന പോക്ക് കൊണ്ടാ അങ്ങ് പോവുക. പോട്ടെ. ഫസ്റ്റ് അടിക്കാൻ പറ്റും. പോട്ടെ. പോ. അങ്ങ് പോവുക ഗൈസ്. നമുക്ക് ഇനി ചേസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിവിടെ നിർത്തിയിട്ടുണ്ടല്ലോ, നമുക്ക് എൻജിൻ ഓഫ് ചെയ്യാം. അപ്പം നിൽക്കും. പിന്നെ അല്ല നമ്മുടെ താളി അങ്ങ് പോവുക. എൻജിൻ ഓഫ് ചെയ്യുമ്പോൾ ആ സ്പോട്ടിൽ നിൽക്കും ഗൈസ്. ബ്രേക്കും കൂടി പിടിച്ചത് കണ്ട, സ്പോട്ടിവിടെ നിന്ന് കണ്ട. അതാണ്. ഇനി നമുക്ക് അവിടെ പോയിട്ട് എന്തായാലും ബസ് വെച്ച് ചേസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മെയിൻ ആയുധം അങ്ങ് എടുക്കാം ഗൈസ്. നമ്മുടെ ബൈക്ക് തന്നെ എടുക്കാം. ബൈക്ക് അത് എടുക്കണം. കവാസാക്കി എടുക്കാം ഗൈസ്. ബൈക്ക് കവാസാക്കി എടുക്കാം. കുറച്ച് റോട്ടി ഇറക്കിയിട്ടല്ലേ നമ്മുടെ ഈ വണ്ടി ഒന്ന് ആക്സിഡൻ്റ് ആകാണ്ട് ഇവിടെ അങ്ങോട്ട് കയറ്റിയിടാം. നമുക്ക് അല്ലെങ്കിൽ
നമുക്ക് ഈ ട്രെയിൻ എടുത്തിട്ട് എവിടെയെങ്കിലും എത്ര ദൂരം പോകുന്നു നോക്കണമെങ്കിൽ ട്രെയിന് നമുക്ക് കവാസാക്കി ഇപ്പോഴും എടുക്കണ്ട ഗൈസ്. നമുക്ക് ട്രെയിൻ എടുത്ത് എത്ര ദൂരം പോകും നമുക്ക് നോക്കണം ഗൈസ്. നോക്കാം നമുക്ക് ട്രെയിൻ എടുത്ത് എവിടെ വരെ പോകും. നമുക്ക് ആക്സിലേറ്റർ കൊടുത്തു, ബാക്കല്ല ആക്സിലേറ്റർ ഫ്രണ്ടിലോട്ട് പോടാ. എടാ ബസ്സേ ബസ്സൊന്ന് ട്രെയിനെ ഫ്രണ്ടിലോട്ട് പോടാ. എടാ ബാക്കിൽ ആരിരിക്കുന്നടാ, പെട്ടെന്ന് നിന്നെ ഞാനാ ഓട്ടിക്കുന്ന, അല്ലാതെ നീയല്ല. അങ്ങനെ വഴിക്കുക ആള്. ഞാൻ ഫ്രണ്ട് എടുത്ത് ആക്സിലേറ്റർ ഓട്ടിയപ്പോൾ ബാക്കിലോട്ട് പോകും. ഓക്കെ ഓക്കെ പോ. സ്പീഡില്ല കേസ്, ഓടിച്ചുമ്പോൾ സ്പീഡ് കാണും കേസ് ചിലപ്പോൾ. ഓക്കെ നേരെ കത്തിച്ച് കിട്ടോ. ഇനി ഇത് എവിടെ എത്തുമെന്ന് നമുക്ക് നോക്കണം കേസ്. ഇത് ഇനി നമുക്ക് എവിടെ എത്തുമെന്ന് നോക്കണം. ഹോണൊക്കെ കൊള്ളാം, നല്ല ഹോൺ. ഇപ്പം നമ്മളൊരു മാക്സിമം സ്പീഡിലാണ് പോകുന്നത്. ഇത്രയും സ്പീഡേ ഉള്ളൂ മാക്സിമം, ഇനി സ്പീഡ് പോകത്തില്ല. ഓക്കെ ബ്രേക്ക് പിടിച്ച് നിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേസ്. നമുക്ക് എഞ്ചിൻ ആ സ്പോട്ടിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ ബ്രേക്ക് പിടിച്ച് നിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ ഇവിടെ വെച്ച് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ പഞ്ചായത്ത് പോയി സ്റ്റോപ്പാകും കേസ്. ഈ ഒരു വ്യൂ ഇട്ട് നമുക്ക് പോകണം കേസ്, അത് സെറ്റായിരിക്കും. ഇത് കുറച്ച് കൊള്ളാം കേസ്, നല്ല വ്യൂ. അതിൻ്റെ നിഴലുണ്ടോ കേസ് ട്രെയിനിൻ്റെ താഴോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് താഴോട്ട് നോക്കിയാൽ കാണാം കേസ്. പിന്നെ അത് വളയ്ക്കുന്ന ഒരു ഓപ്ഷൻ ഇല്ല കേസ്, നമുക്ക് സ്റ്റിയറിംഗ് ഇല്ലാത്തില്ല. നമ്മളിത് മാക്സിമം ഇത് എവിടം വരെ പോകുന്നതാണ് കേസ് നമുക്ക് ഇത് ഈ ഒരു വീഡിയോ കൂടെ നോക്കാനുള്ളത്. എന്തായാലും കറങ്ങി തിരിഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ആയിരിക്കും എത്തുന്നത്, വേറെ എവിടെയും പോകത്തില്ല കേസ്. നമുക്ക് ഈ ഒരു ഇന്ത്യൻ ബൈക്ക് ഡ്രൈവറിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലം വെച്ചായിരുന്നു. നമ്മുടെ ബോട്ടുണ്ടല്ലോ, ബോട്ട് വെച്ചിട്ട് നമ്മുടെ വെള്ളത്തിൽ കൂടെ ഒട്ടിച്ച് നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോകുന്നൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കേസ്. അത് കുറച്ചും കൂടി നല്ലതായിരുന്നു. മിസൈലെടുത്ത് കൈ പിടിച്ചേക്കാം. പോട്ടെ. എത്ര ദൂരം മാക്സിമം നോക്കണോടാ. പോട്ടെ. മരങ്ങൾ കാണാം കേസ്. ഇത് ഏകദേശം തോന്നുന്ന ദൂരം എത്തിക്കാണും കേസ്. മരങ്ങളൊക്കെ കാണാം. അടുത്ത റോഡിൻ്റെ സ്റ്റേഷൻ എത്തി കേസ്, അടുത്ത റോഡെത്തി. ഞാൻ ചോദിച്ചാൽ അടുത്തെത്തി. ഇഷ്ടംപോലെ ദൂരമായി. നമ്മളിപ്പോൾ എത്ര ദൂരം എത്തിയിട്ട്. നമ്മളിപ്പോൾ ഈ സ്റ്റിയറിങ് പിടിച്ചിട്ട് അനക്കി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ക്യാമറയും അനങ്ങുന്നുണ്ട്. സ്റ്റിയറിങ് പിടിച്ച് അനക്കുക, അപ്പോൾ തന്നെ ഈ ഒരു ക്യാമറയും കിടന്നനങ്ങുന്നു. കണ്ട. ഈ ട്രെയിനൊരു മാറ്റമില്ല. നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവറിൽ എല്ലാ വണ്ടിയുടെയും ഇത് മാറ്റാൻ പറ്റും, കളറ് മാറ്റാൻ പറ്റും. പക്ഷെ 2 വണ്ടികൾക്ക് മാത്രമേ ഉള്ളൂ കളറ് മാറ്റാൻ പറ്റാത്തത്. നമ്മുടെ ഹെലികോപ്റ്ററിനും ട്രെയിനിനും മാത്രമേ ഉള്ളൂ കളറ് മാറ്റാൻ പറ്റാത്തത്. ബാക്കി എല്ലാത്തിലും മാറ്റാൻ പറ്റും. പ്ലെയിനിൽ മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞൂടാ ഗൈസ്. പ്ലെയിനിൽ ചിലപ്പോഴേ കാണത്തുള്ളൂ. നമ്മൾ ബ്രേക്ക് പിടിച്ച് അവസാനം നിർത്തി ഗൈസ്. ബ്രേക്ക് പിടിച്ചു. ഓക്കെ, നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓട്ടിക്കണ്ട ഗൈസ്. നമുക്കിനി ബൈക്ക് എടുത്തിട്ട് പോകാം ഗൈസ്. നമ്മുടെ ഫേവറേറ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല, ഫേവറേറ്റ് വേറെ ഗൈസ്. നമ്മളങ്ങനെ കവാസാക്കി H2R ഇവിടെ സ്പോൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യേണ്ടത് നമ്മുടെ ട്രെയിനിൻ്റെ എൻജിൻ അങ്ങ് ഓണാക്കുക. അതിനുശേഷം നമ്മുടെ ഫോർവേഡ് എന്ന് പറയുന്ന ബട്ടൺ അങ്ങ് ക്ലിക്ക് ചെയ്ത് നേരെ പറത്തി വിടുക. ഇത്രേ ഉള്ളൂ ഗൈസ്. പോട്ടെ. ഓക്കെ, പോട്ടെ. നമ്മളിന്ന് ട്രെയിനിനെ തോൽപ്പിക്കും ഗൈസ്. നമ്മളിന്ന് തോൽപ്പിക്കും. നമ്മൾ റെയിൽവേ ട്രാക്ക് വഴി പോകാനുണ്ടെങ്കിൽ നമ്മൾ ഏത് വഴിയൊക്കെ പോകുന്നു. ട്രെയിൻ ആമ എഴുതുന്ന കണക്ക് പോവുക ഗൈസ്. പോകുന്ന പോക്ക് നോക്കി. അങ്ങനെ ഇപ്പം താൻ അങ്ങനെ പോകണ്ട.
ഞാനും കൂടെ വരുന്നു. നമുക്ക് റെയിൽവേ ട്രാക്ക് വഴി ഓടിക്കാം ഗൈസ്. ഇത് കുറച്ച് റിസ്ക് അല്ലേ, കുറച്ച് സിമ്പിളാണ്. കാറിട്ട് ഓടിക്കാനാണ് ഗൈസ് കുറച്ച് പാട്. പിന്നെ കാറാണെങ്കിൽ കുറച്ച് വളഞ്ഞും പൊളിഞ്ഞും ഒക്കെ. ജുറാസിക് പാർക്ക് എത്തി ഗൈസ് ഇത്രയും പെട്ടെന്ന്. ജുറാസിക് പാർക്ക്, എടാ ജുറാസിക് പാർക്ക് അണ്ണാ, നെക്സ്റ്റ് മീറ്റ്. അയ്യോ അറിയാം, ബ്രേക്ക് ഓടിച്ചു. ഡോ വരുന്നതേ ഉള്ളു. നമ്മൾ ബസ് എത്തിയപ്പോൾ എന്തായിരുന്നു, ബസ് ഇതാണൊക്കെ ഫ്രണ്ടിൽ ട്രെയിനും ബാക്കിൽ ബസ്സും. ഇപ്പം ഫ്രണ്ടിൽ കവാസാക്കിയും ബാക്കിൽ ട്രെയിനും. അങ്ങ് പോവുക, പോട്ടെ. അങ്ങനെ ഇപ്പം ഇപ്പം ഫ്രണ്ടിൽ അങ്ങോട്ട് പോകണ്ട. ജസ്റ്റ് വ്യൂ മാറ്റിയപ്പോഴത്തേക്കും ആ ഫ്രണ്ടിൽ കയറി പോവുക അല്ലേ. അതിന് ഞാൻ സമ്മതിക്കില്ല. അത്രയ്ക്കാ പിന്നെ അല്ല നമ്മടുത്ത കളി. അടുത്ത ബ്രേക്ക് പിടിച്ച് സ്കിഡ് പിടിച്ച് നിർത്തിയിരിക്കണോ. അതോ പോലെ ഞാനും വരുന്നു, വെയിറ്റ് ചെയ്യണം. നിൽക്കടേ എടോ, നിമ്മരെ ഇവിടെ പോകുന്നു. ഇവിടെ നിൽക്കാൻ പറയുമ്പോൾ നിർത്തത്തോ ഇല്ല. എന്ത് പൊന്നേ. പോട്ടെ. നടുക്കിയിട്ടേ നിർത്താം. നിർത്താൻ പറഞ്ഞപ്പോൾ നിർത്തിയല്ലോ. കൊള്ളാം ഗൈസ്, നിർത്താൻ പറഞ്ഞപ്പോൾ നിർത്തിയല്ലോ എന്ന് പറഞ്ഞേ ഉള്ളൂ. ദോ പോകുന്ന പോക്ക് ട്രെയിൻ. വെയിറ്റ് ഗൈസ്, ഇൻഫിനിറ്റി ഹെൽത്ത് ഓണാക്കി ഇടട്ടെ ഗൈസ്. 9129. എന്നിട്ട് നമുക്കൊരു വണ്ടി എടുക്കണം പെട്ടെന്ന് ഗൈസ്. പെട്ടെന്ന് പോവുക ഗൈസ്. 3000 അടി പെട്ടെന്നുണ്ട്. ഓക്കെ കയറി വണ്ടി കയറി ഗൈസ്. കയറാൻ പറ്റത്തില്ല എടി, ഇത് എപ്പോഴും ഉള്ളതാണ്. പെട്ടെന്നാവട്ടെ. കയറി ഓക്കെ കയറാൻ പറ്റുന്നുണ്ട് ഗൈസ്. നമുക്കിനി അടുത്ത വണ്ടി എടുക്കണം. ഏതാണ് അതിൻ്റെ വണ്ടിയുടെ പേര്? 400 അടിച്ച ഒരു വണ്ടി വരും. പക്ഷേ ഏത് വണ്ടി പേര് അറിഞ്ഞുകൂടാ. എന്തായിരുന്നു? ZX 10R. പെട്ടെന്ന് പോയാൽ ഇപ്പം എത്തും. ഇടിക്കരുത്. ഗുഡ് ബോയ്. ഓക്കെ ഗൈസ്, നമുക്ക് പെട്ടെന്ന് പറപ്പിക്കണം പറപ്പിച്ചെത്താം. പോട്ടെ വണ്ടി പോട്ടെ. ഓക്കെ പോട്ടെ ഗൈസ്. ട്രെയിൻ അങ്ങ് എത്തി കാണും ഗൈസ് റെയിൽവേ സ്റ്റേഷനിൽ. ഓക്കെ പോട്ടെ. പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ ട്രാക്ക് വഴി പോടാ. എടാ നീ തോറ്റണ്ട ഇങ്ങനെ പോകുന്നത്. ഓക്കെ റോഡെത്തി. അങ്ങനെ റോഡെത്തി. എവിടെ വരെ പോകും ഗൈസ്? നോക്കാം. എന്നെ കിടത്തി പോയി കാണും. വില്ലേജ് എത്തി ഗൈസ്. എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ഫോളോ ചെയ്ത് വന്നത്. അപ്പോഴാണ് ഇവിടെ കിടക്കുന്നത് കണ്ടത്. ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ.